കണ്ടത്. അപ്പൊ ഇനി അടുത്ത ചിത്രത്തിലും മോഹിനീശ്വരി ഇല്ലാതെ സരസ്വതി ഇല്ലാതെ എന്തായാലും ഭരതനാട്യം 3 ഉണ്ടാവില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പാണ്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം എടുക്കാം. ചേച്ചി സംസാരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി താങ്ക് യു വെരി മച്ച്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തൊരു കഥാപാത്രം തന്നെയായിരുന്നു. മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു കഥാപാത്രമാണ്. അപ്പൊ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പതുക്കെ ആ ഒരു സസ്പെൻസിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ തോമസ് സാറിനോടും സൈജുവിനോടും. എൻ്റെ കൂടെ കുടുംബമായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഐ എം ജസ്റ്റ് എ സ്റ്റാർട്ടർ. ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴാണ് കുറച്ച് അഭിനയത്തിലേക്ക് കയറിയിരിക്കുന്നത്. സോ സായേട്ടൻ, കലച്ചേച്ചി, എല്ലാ ജഗദീഷ് ഏട്ടൻ, എല്ലാവരുടെ കൂടെയും അഭിനയിക്കാൻ എനിക്കൊരവസരം തന്ന കൃഷ്ണദാസിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച എൻ്റെ മക്കളെ ഇപ്പം നമ്മളൊരു കുടുംബമാണല്ലോ. ട്വിൻസിൽ ഒരാൾ വളരെ എന്താ പറയുക സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ പെരുമാറ്റം എല്ലാം തന്നെ ഒരുപാട് എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു ഇത്. സോ ഐ താങ്ക് എവ്രി വൺ. തേർഡ് പാർട്ടിലും രുക്മണിയമ്മ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. ചേച്ചിയുടെ കണ്ണൂർ ആക്സന്റ് ഭയങ്കര ക്യൂട്ടാണ്. കണ്ണൂർ ആക്സന്റിൽ എന്തെങ്കിലും ഒന്ന് സംസാരം, മലബാർ ആക്സന്റിൽ? അതെന്താ അറിയോ, ഞാൻ കണ്ണൂർക്കാരിയാണ്. അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. എൻ്റെ അടുത്ത് ഡയറക്ടർ ചോദിച്ചിരുന്നു പിന്നെ തിരുവനന്തപുരം ഭാഷ പറയാൻ പറ്റുമോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു തന്നാലും പറയാം. എനിക്കായിട്ട് അങ്ങനെ അത്ര വലിയ തിരുവനന്തപുരം ഭാഷ എനിക്ക് വശമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ഏത് ഭാഷയാണ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂർ തലശ്ശേരി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഞാൻ ജനിച്ചത് കണ്ണൂരാണ്. അത് കാരണം കണ്ണൂർ ഭാഷയിൽ പറയാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അത് എത്രയും വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റീന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ചേച്ചി. താങ്ക് യു വെരി മച്ച്. അഭിമാനവും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ പറയാൻ വെച്ചതൊക്കെ ശ്രുതി പറഞ്ഞു. എന്തായാലും വളരെ നല്ലൊരു കുടുംബത്തിനെ കിട്ടി. അതോടൊപ്പം ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. മിഥുൻ്റെ 1-2 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മിഥുൻ ഇവിടെ ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ അറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഒരുപാട് സന്തോഷവും അഭിമാനവും. താങ്ക് യു സോ മച്ച്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടിയാണ് അഭിനയിച്ചത്. അപ്പം അതുമാത്രമല്ല ഒരുപാട് നല്ല അടിപൊളി കോമഡി മൊമെന്റ്സ് ഒക്കെ നമ്മൾ ശരിക്കും ആസ്വദിച്ചു. അപ്പൊ സെറ്റിലും അതിനേക്കാളൊക്കെ എൻജോയ്മെന്റ് ഉണ്ടായി കാണും അല്ലേ? എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. നമ്മള് എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൈജുവിനെ മറ്റൊരു സിനിമയുടെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു കുടുംബത്തിൽ ഒരാളെ കണ്ട സന്തോഷമാണ്. ആരും വേറെ അറിയാത്ത ആൾക്കാരുള്ളപ്പോൾ അയ്യോ എൻ്റെ ആങ്ങളെ കണ്ടു എന്നുള്ളൊരു ഫീലായിരുന്നു സത്യത്തിൽ. ഞാൻ അനുവിനോടും പറഞ്ഞു, സൈജുവിൻ്റെ വൈഫിനോട്. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആരെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഷിപ്പ് എനിക്ക് ഓർമ്മ വരുന്നില്ല ഒന്നും. താങ്ക് യു വെരി മച്ച് ചേച്ചി. ആൻഡ് സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. അടുത്തതായി എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ എന്തൊക്കെയോ പറയണം എന്നൊക്കെ വിചാരിച്ചു തന്നു, പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഈ പറഞ്ഞ പോലെ ഭരതനാട്യത്തിന് സമയത്ത് ഞങ്ങളൊരു സക്സസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വലിയൊരു സക്സസ് ആയിട്ട് മോഹിനിയാട്ടം എന്ന് പറഞ്ഞൊരു പടം വരുന്ന പോലും ഞങ്ങളുടെ ചിന്തകളിൽ പോലും പോയില്ലായിരുന്നു. അപ്പോൾ ദാസേട്ടൻ ഇത് പറയുമ്പോൾ എന്തായിരിക്കും മോഹിനിയാട്ടം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിൻ്റെ സക്സസ് മീറ്റിന് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ഫാമിലിയെ കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്താ പറയുക, കലച്ചേച്ചിയുടെ കൂടെയും സായി സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത്. എല്ലാവരും ഉണ്ട്, ജഗദീഷ് ചേട്ടൻ, ഇത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി. ഈ പടം ഇത്രയും വലിയൊരു വിജയമായി. ഒരുപാട് സന്തോഷം. ഇവിടെ വിജയബാബു സാർ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ജൂൺ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ. അതിൻ്റെ 100 days സെലിബ്രേഷൻ ഇതുപോലെ എനിക്കൊരു മൊമെൻറ്റോ കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ സക്സസ്സിന് നിൽക്കുമ്പോഴും ഞാൻ അതൊക്കെ ഓർത്തു. ആക്ച്വലി ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ്. പ്രേക്ഷകർ നല്ല എങ്ങനെയാണ് റെസ്പോൺസ് ഒക്കെ?
എങ്ങനെയുണ്ട് കഥാപാത്രത്തിന് ഒരു കുറച്ചൊരു വില്ലൻ ടച്ചൊക്കെ ഉള്ള ഒരു കഥാപാത്രമല്ലേ? അപ്പം നല്ല കോംപ്ലിമെന്റ്സും ഒപ്പം തന്നെ ആൾക്കാരുടെ കുറച്ച് കമന്റ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ട് എല്ലാവർക്കും വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഇതെൻ്റെ ഒരു 3ാമത്തെ പടമായിരുന്നു. അപ്പം അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാനും ഒരു ദാസേട്ടനെ കാണാനും ആ ഒരു കഥ കേൾക്കാനും ഭയങ്കര ഒരു നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കഥയും അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിരുന്നു അത്. ആൻഡ് അത് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എന്തായിരുന്നു ചോദിച്ചത്? ഓക്കെ, ഒരുപാട് പുതിയ എന്താ പറയുക ആൾക്കാരിൽ നിന്നുള്ള റിവ്യൂ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു കോറിൽ നിന്നോട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ആൻഡ് താങ്ക് യു സോ മച്ച് തോമസ് ഏട്ടൻ, ഷൈജു ഏട്ടൻ ആൻഡ് ദാസ് ഏട്ടൻ. ഒരുപാട് എന്താ പറയുക മറക്കാൻ പറ്റാത്ത എന്താ പറയുക അനുഭവങ്ങളും എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു അത്. ആൻഡ് ഇന്നിവിടെ എനിക്ക് ഇത് മേടിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. ബുദ്ധിമുട്ടില്ല നമ്മുടെ കോഴി എൻകൗണ്ടർ സോങ് 2 വരി നമ്മുടെ കൈയടി ഉണ്ടെങ്കിൽ പാടാം കേട്ടോ. 2 മയക്ക് വെച്ച് തൊഴിൽപോയി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ ഭരതനാട്യം മോഹിനിയാട്ടം കുടുംബത്തിന് വലിയൊരു നന്ദി. നിങ്ങളെല്ലാവരും വീണ്ടും കാണാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. ഈ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ തേങ്ങ അടിക്കുമ്പോഴും ഉരുളുമ്പോഴൊക്കെ ഞാൻ പൊതുവെ അമ്പലത്തിലൊന്നും പോകാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ദാസനോട് പറഞ്ഞു ഉരുട്ടിയില്ലടാ എന്നെ. പറഞ്ഞു നല്ലതിനല്ലേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഈ ഉരുണ്ടതിനുള്ള ഫലം ഈ പടത്തിൽ കാണും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങൾ ഈ മെമൻറ്റോ കണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? സംഭാരവും മിശ്റും നമ്മുടെ മോഹിനീശ്വരിയുടെ പ്രസാദമാണ് വളരെ മനോഹരമായ രീതിയിൽ മെമൻറ്റോ ആയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് മൈക്ക് തരികയാണ്. എന്താണ് പ്രിയപ്പെട്ടവരോട് പറയാൻ? അല്ല, ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. പിന്നെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സൈജുക്കുറുപ്പേട്ടനും തോമസ് തിരുവല്ലേട്ടനും കൃഷ്ണദാസ് മുരളിച്ചേട്ടനും എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത അമ്മമാരും ചേച്ചിമാരും അളിയന്മാരും ബേബി പിന്നെ അവരാകട്ടെ നന്ദിച്ചേട്ടൻ സാദി ബ്രോ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഡ്യുവറ്റ് സോങ് എന്നൊക്കെ പറഞ്ഞ പോലെ 2 പേര് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡ്യുവറ്റ് സ്പീച്ച് നമ്മൾ കേട്ടോ. താങ്ക് ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിക്കവാറും നൈറ്റ് ഇട്ടുകൊണ്ട് വന്നാലേ ആ ക്യാരക്ടറായിട്ട് വന്നാലേ അറിയുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. മുൻപൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെന്നൊക്കെ കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ മെനകെട്ട സ്ത്രീ എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. കൃഷ്ണദാസ് സാർ, താങ്ക് യു. എന്തൊരു മെനകെട്ട സ്ത്രീയാണിത്. അതിൻ്റെ അവസാനം ഒരു ഹാർട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആളുകൾ സ്നേഹത്തോടെ എന്നെ മെനകെട്ട സ്ത്രീയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. കൃഷ്ണദാസ് സാർ, വീണ്ടും താങ്ക് യു. അപ്പോൾ സോജ എന്നൊരു ക്യാരക്ടർ അത് അത്രയും വിജയം ആഗ്രഹിച്ച് വിജയത്തിലേക്ക് എത്തി വലിയൊരു വിജയമായി ഇനി അതിനപ്പുറം വിജയങ്ങളെ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ ടീമിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം.
ശ്രുതിയോടും ദിവ്യയോടും നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്നെ പഞ്ചറാക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ഈ ഒരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയതിലും സന്തോഷം, ഒപ്പം ഇത് നേടാൻ പറ്റിയതിലും സന്തോഷം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇത് അപ്രതീക്ഷിതമായി കൊണ്ടൊരടിയാണ്. കാരണം ഇവിടെ മൊമെൻറ്റോ മേടിച്ചവർ തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് പതിവ്. ഞാനും അതുപോലെ മാനസികമായിട്ട് സെറ്റ് ചെയ്താണ് വന്നത്. അതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും ബഹുമാന്യരായ നടന്മാരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെയുള്ള വേദിയാണ്. വിജയത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് നമുക്കൊരു അഭിമാനമാണ്. ഒരു സീൻ അഭിനയിക്കാനാണ് എന്നെ മോഹിനിയാട്ടത്തിൽ വിളിച്ചത്. 1 മണിക്കൂർ കൊണ്ട് ആ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പോയി. പക്ഷേ പ്രമോ കണ്ടപ്പോൾ എന്നെ ആളുകൾ വിളിച്ചു, നീ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ ഈ സൈജു കുറുപ്പും സുരാജൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു സീനാണ് അഭിനയിച്ചെങ്കിലും ഈ പ്രമോയിൽ മുഴുവൻ എൻ്റെ സീനാണ് കൊടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രധാന നടനായി മാറിയുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ സൈജു കുറുപ്പ് പറഞ്ഞു, കഴിഞ്ഞ പടത്തിൻ്റെ വിജയാഘോഷത്തിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും നീ കോടികൾ കൊണ്ട് കളിക്കാനുള്ള ആളായിട്ടില്ല, ഇല്ലേ സൈജേട്ടാ, ഇപ്പം 1000 കൊണ്ട് കളിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പടം തിയേറ്ററിൽ പരാജയപ്പെട്ടത്. ഇപ്പം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു, സൈജു കുറുപ്പും തോമസുകാരനൊക്കെ കോടികളിട്ട് കളിച്ചോളാൻ പറഞ്ഞ് അനുമതി തന്നു. അടുത്ത പടത്തിലും ഞങ്ങളെയൊക്കെ തന്നെ പെടുത്തുകയാണെങ്കിൽ 200-300 കോടിയിട്ട് കളിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച ഈ എളിയ അംഗീകാരം സ്വീകരിക്കാൻ കഴിഞ്ഞുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.